പാൽവില കൂട്ടാൻ മിൽമ വിലവർധന ചർച്ച ചെയ്യാൻ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഭരണസമിതി ചേരും. മിൽമ ഭരണസമിതി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് യോഗം. എറണാകുളം മേഖലാ യൂണിയൻ ലിറ്ററിന് 60 രൂപ കർഷകർക്ക് നൽകണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. മലബാർ മേഖലാ യൂണിയൻ 28-ന് യോഗം ചേർന്ന് വിലവർധന ശുപാർശ ചെയ്യും. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, 2022 ഡിസംബറിൽ അതായത് ഏതാണ്ട് 2.5 വർഷങ്ങൾക്ക് മുൻപാണ് ഇതിനു മുൻപ് വില കൂട്ടിയത്. അതിനുശേഷം മറ്റെല്ലാ കാര്യങ്ങൾക്കും വില കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മിൽമയുടെ വാദത്തിൽ കഴമ്പുണ്ട്. പക്ഷേ അത് എത്രത്തോളം അംഗീകരിക്കുമെന്നതാണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പാൽവില വർധന അധികം വൈകാതെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ക്ഷീര കർഷകർ വലിയ സമരത്തിലാണ്. പാലിന്റെ സംഭരണ വില 70 രൂപ ആക്കണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. സംസ്ഥാന വ്യാപകമായി വലിയ സമരത്തിൽ അവർ വലിയ സമരം നടത്തുന്നുമുണ്ട്. ഏതായാലും അധികം വൈകാതെ പാൽവില വർദ്ധിപ്പിച്ചേക്കും എന്ന് തന്നെയാണ് തീരുമാനം. പല ആവശ്യങ്ങളുണ്ട്. ലിറ്ററിന് 10 രൂപ വരെ കൂട്ടണമെന്ന ആവശ്യമൊക്കെ സർക്കാർ വിവിധ മേഖലാ യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലിറ്ററിന് 10 രൂപ വർദ്ധിപ്പിക്കണമെന്ന് മിൽമ മേഖലാ യൂണിയൻ നേരത്തെ തന്നെ ഈ ഏപ്രിലിൽ തന്നെ മിൽമ MD-ക്ക് ശുപാർശ നൽകിയിരുന്നു. ഈ എറണാകുളം മേഖലാ യൂണിയൻ ഭരണസമിതി യോഗമാണ് ശുപാർശ നൽകിയത്. ഉത്പാദന ചെലവും കൂലി വർധനയും കാരണം ഈ ക്ഷീരമേഖല പ്രതിസന്ധിയിലെന്നാണ് കർഷകരുടെയും മിൽമയുടെയും ഒക്കെ വാദം. അതുകൊണ്ട് തന്നെ അത് അധികം വൈകാതെ കൂട്ടണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മേഖലയാണ്. എല്ലാ മേഖലാ യൂണിയനുകളുടെയും ശുപാർശ വന്ന ശേഷം മിൽമ ഒരു ശുപാർശ സംസ്ഥാന സർക്കാരിന് മിൽമ ഫെഡറേഷൻ സംസ്ഥാന സർക്കാരിന് ഒരു ശുപാർശ സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാകും വില വർധന വരിക. 10 രൂപയൊക്കെ കൂട്ടണമെന്നാണ് ആവശ്യം. എറണാകുളം മേഖലയുടെ ലിറ്ററിന് 60 രൂപ കർഷകർക്ക് നൽകണമെന്ന് ശുപാർശ ചെയ്തു. മലബാർ മേഖലാ യൂണിയൻ 28-ന് യോഗം ചേരുകയാണ്. ഇന്ന് തിരുവനന്തപുരം മേഖലാ യൂണിയൻ യോഗം ചേരും. അവരും ഒരു തുക 10 രൂപയെങ്കിലും കൂട്ടണമെന്നൊരു ആവശ്യം. അത് കർഷകരുടെ പേരിലാണ് എല്ലാ തവണയും മിൽമയുടെ പാൽവില കൂട്ടുന്നത്. അതേ ആവശ്യമാണ് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. കർഷകർക്ക് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ, അവർക്ക് സംഭരണ വില വർദ്ധിപ്പിച്ചു നൽകാൻ വില കൂട്ടണമെന്നാണ് ആവശ്യം. ഏതായാലും സർക്കാർ എത്രത്തോളം പരിഗണിക്കുമെന്നാണ് അറിയേണ്ടത്. എത്ര രൂപ വരെ 10 രൂപ വർദ്ധിപ്പിക്കുന്ന ലിറ്ററിന് വർദ്ധിപ്പിക്കുമ്പോൾ അര ലിറ്ററിന് 5 രൂപ വർദ്ധിക്കും. ആ 5 രൂപയിലേക്ക് പോകുമോ അല്ലെങ്കിൽ അതിൽ താഴെ മതിയെന്ന് തീരുമാനത്തിൽ സർക്കാർ പോകുമോ എന്നൊക്കെ കണ്ടറിയണം. ഏതായാലും തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ തീരുമാനം ഇന്ന് ഉച്ചയോടുകൂടി അറിയാൻ കഴിയും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.